നല്ല മാർക്കോട് കൂടിയാണ് 10ാം ക്ലാസ് പ്ലസ് ടു ഒക്കെ പാസ്സായത്. അതിനുശേഷം അവൻ്റെ ആഗ്രഹം നേഴ്സിംഗ് പഠിക്കണമെന്നായിരുന്നു. സാമ്പത്തികമായി ചെറിയൊരു വീട് മാത്രമേ നോയിലുണ്ടായിരുന്നുള്ളൂ. നോയിലിനോട് സ്റ്റഡി അബ്രോഡ് ഏജൻസി പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും GSC എമൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേ ബാക്കിലുള്ള ഫണ്ട്, അതുപോലെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീസ് മാത്രം കണ്ടെത്തുക. അങ്ങനെ നോയിലിനെയും ഇതിനെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ലാത്ത നോയിലിൻ്റെ കുടുംബത്തെയും ഈ ഏജൻസി വളരെ മനോഹരമായി കബളിപ്പിച്ചു എന്ന് തന്നെ പറയാം. ഒരു കാരണവശാലും ഇവിടെ പാർട്ട് ടൈം ജോബ് ചെയ്ത് താൻ വരുത്തി വെച്ചിരിക്കുന്ന കടബാധ്യത മാറ്റാനോ അതുപോലെ തന്നെ ഇനി തുടർന്നും കൂടുതൽ ഫീസ് അടയ്ക്കാനോ ഒന്നും സാധിക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം ചുരുക്കി പറഞ്ഞാൽ നോയലിന് കാനഡയിൽ നിന്നും തിരിച്ചു പോരേണ്ടി വന്നു. റിയൽ ലൈഫ് വിസ സ്റ്റോറീസിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് കാനഡയിൽ നഴ്സിംഗ് പഠനത്തിന് പോയി സ്വന്തം കിടപ്പാടം വരെ നഷ്ടപ്പെട്ട നോയലിൻ്റെ കഥയാണ്. എന്നെ ഒത്തിരി വിഷമിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത് ഇങ്ങനെയാണ് ആ കാര്യം. നോയൽ ഒരു വളരെ ഫിനാൻഷ്യലി വളരെ താഴ്ന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ്. പക്ഷെ അവൻ വളരെ നല്ലതുപോലെ പഠിക്കുമായിരുന്നു. നല്ല മാർക്കോട് കൂടിയാണ് 10ാം ക്ലാസ് പ്ലസ് ടു ഒക്കെ പാസ്സായത്. അതിനുശേഷം അവൻ്റെ ആഗ്രഹം നേഴ്സിംഗ് പഠിക്കണമെന്നായിരുന്നു. നോർമലി ആൺപിള്ളേരിൽ അങ്ങനെ നേഴ്സിംഗ് പഠിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും ഞാൻ കാണാറില്ല. അത് കൂടുതലും ഗേൾസാണ് പലപ്പോഴും നേഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത്. വളരെ ആഗ്രഹമായിരുന്നു നോയൽ നേഴ്സിംഗ് പഠിക്കണമെന്നുള്ളത്. അങ്ങനെ നോയൽ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി കാനഡയിലേക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെയധികം കത്തി നിൽക്കുന്നൊരു സമയത്താണ് നോയൽ പഠിക്കാൻ തയ്യാറാകുന്നത്. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സാമ്പത്തികമായി ചെറിയൊരു വീട് മാത്രമേ നോയിലുണ്ടായിരുന്നുള്ളൂ. കുറച്ച് 5 സെൻറ്റ് സ്ഥലവും മറ്റും. അതുപോലെ അതിന് പല പട്ടയത്തിൻ്റെയൊക്കെ പല പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് തോന്നുന്നത് അത്ര എമൗണ്ട് ഒന്നും ആ സ്ഥലത്ത് ലഭിക്കുകയുമില്ലായിരുന്നു. അപ്പോൾ നോയൽ ഒരു സ്റ്റഡി അബ്രോഡ് ഏജൻസിയെ സമീപിക്കുകയും അവർ നോയലിനോട് കാനഡയിൽ നഴ്സിംഗ് പഠിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുകയും നല്ല ഫീസുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ നോയൽ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. നോയലിനോട് സ്റ്റഡി അബ്രോഡ് ഏജൻസി പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും GSC എമൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേ ബാക്കിനുള്ള ഫണ്ട്, അതുപോലെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീസ് മാത്രം കണ്ടെത്തുക. ബാക്കി എൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് കാനഡയിൽ ചെന്നതിന് ശേഷം പാർട്ട് ടൈം ജോബ് ചെയ്ത് നിങ്ങൾക്ക് സമ്പാദിക്കാനാകും. അതുമാത്രമല്ല, ഇപ്പോൾ ഈ പഠിക്കാൻ വേണ്ടി ഫസ്റ്റ് സെമസ്റ്ററിന് വേണ്ടി ചിലവാക്കുന്ന അല്ലെങ്കിൽ GSC എമൗണ്ടിനുള്ള പണമൊക്കെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബിലൂടെ കണ്ടെത്താം. കാരണം കാനഡയിൽ 1 മണിക്കൂർ ജോലി ഇത്ര രൂപ കിട്ടുമെന്നൊക്കെയാണ്. കാരണം പലപ്പോഴും നമ്മൾ ഇവിടുത്തെ ഇന്ത്യൻ മണിയുമായി കാനഡയുടെ വിനിമയത്തെ നമ്മൾ താരതമ്യം ചെയ്യുമ്പം 1 മണിക്കൂർ ജോലി ചെയ്താൽ ഇത്ര രൂപ കിട്ടുമെന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും ലക്ഷങ്ങൾ സമ്പാദിക്കാൻ സാധിക്കുമെന്ന്. അങ്ങനെ നോയലിനെയും ഇതിനെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ലാത്ത നോയലിൻ്റെ കുടുംബത്തെയും ഈ ഏജൻസി വളരെ മനോഹരമായി കബളിപ്പിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ അവർ കാനഡയിലെത്തി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ നോയലിനൊരു കാര്യം മനസ്സിലായി. ഒരു കാരണവശാലും ഇവിടെ പാർട്ട് ടൈം ജോബ് ചെയ്ത് താൻ വരുത്തി വെച്ചിരിക്കുന്ന കടബാധ്യത മാറ്റാനോ അതുപോലെ തന്നെ ഇനി തുടർന്നും കൂടുതൽ ഫീസ് അടയ്ക്കാനോ ഒന്നും സാധിക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം. കാരണം കാനഡയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒണ്ടാരിയോ എന്ന സ്ഥലത്തേക്കാണ് സത്യത്തിൽ നോയലിനെ ഏജൻസിക്കാരെ കയറ്റിവിട്ടത്. അങ്ങനെ ഫസ്റ്റ് സെമസ്റ്ററൊക്കെ ഒരു പരിധിവരെ നോയൽ കംപ്ലീറ്റ് ചെയ്തു. സെമസ്റ്റർ ബ്രേക്കിൻ്റെ സമയത്ത് നോയൽ കുറേ ജോലികൾക്കൊക്കെ പോയി. എങ്കിൽ പോലും ആ പണം ഒരിക്കലും സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഫീസ് അടയ്ക്കാനോ ഇവിടെ വരുത്തി വെച്ച കടബാധ്യതകൾ തീർക്കാനോ ഒന്നും നോയലിനെ കൊണ്ട് ആ എമൗണ്ട് പോരാതെ വന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ പല ആൾക്കാരുടെ നിന്ന് വീണ്ടും കടമൊക്കെ മേടിച്ച് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഫീസും അവരടച്ചു. പക്ഷേ തേർഡ് സെമസ്റ്ററിലേക്ക് ചെന്നപ്പോഴേക്കും പിന്നെ ഒരു മാർഗ്ഗമില്ലാത്തതുപോലെ എല്ലാ വഴികളും ആ കുടുംബത്തിന് മുമ്പിൽ അടഞ്ഞു. അവർ നിസ്സഹായരായി തീർന്നു. ചുരുക്കി പറഞ്ഞാൽ നോയലിന് കാനഡയിൽ നിന്നും തിരിച്ചു പോരേണ്ടി വന്നു. കാരണം വിദേശത്ത് മകനെ പഠിപ്പിക്കാൻ വിട്ടൊരു കാര്യത്തിന് വേണ്ടി പണം ആ മാതാപിതാക്കൾ പലരോട് ചോദിച്ചപ്പോഴും അതിന് സഹായിക്കാൻ അവരാരും തന്നെ തയ്യാറല്ലായിരുന്നു. അവരൊക്കെ പറഞ്ഞ കാര്യം, വേണേ ഇന്ത്യയെ പഠിക്കാലോ, കേരളത്തിൽ പഠിക്കാലോ, നീ വലിയ ആൾ കളിച്ച് അഹങ്കാരം കാണിച്ച് നിൻ്റെ മകനെ വിദേശത്ത് വിട്ടതല്ലേ, അതിൻ്റെ ആവശ്യം എന്താണ്? ഒരുപക്ഷെ കേരളത്തിലായിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായിക്കുമായിരുന്നു. അങ്ങനെ 1-ാം വർഷത്തിന് ശേഷം നോയലിന് അവിടുത്തെ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് തിരിച്ച് നാട്ടിൽ വരേണ്ട വന്നു. അപ്പോഴും നോയലിന് ഫ്രണ്ടിലൊരു പ്രശ്നമുണ്ടായിരുന്നു. ഈ വരുത്തി വെച്ച കടബാധ്യതകൾ ആര് തീർക്കും? ഇതെങ്ങനെ തീർക്കാൻ സാധിക്കും? അവസാനം സംഭവിച്ചത്, ബാങ്കിന് കൊളാട്രൽ സെക്യൂരിറ്റിയായി കൊടുത്തിരുന്ന ആ ലാൻഡ് ബാങ്കുകാർ തിരിച്ചെടുക്കുകയും അവരുടെ ആകെപ്പാടെയുള്ള അവരുടെ ലാൻഡും ആ വീടും ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ നോയൽ നമുക്ക് മുമ്പിൽ ഒരു ദൃഷ്ടാന്തമാണ്. യാഥാർത്ഥ്യങ്ങൾ അറിയാതെ, എന്താണ് വിദേശ വിദ്യാഭ്യാസത്തിൽ സംഭവിക്കുന്നതെന്നറിയാതെ ഒരുപക്ഷെ ഏജൻസികളുടെയും മറ്റുള്ളവരുടെയൊക്കെ വാക്കുകൾ കേട്ട് ചാടി പുറപ്പെടുന്ന പലർക്കും സംഭവിക്കുന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നോയൽ. അതെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചില രാജ്യങ്ങളിലെങ്കിലുമൊക്കെ ഒരുപക്ഷെ നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ അല്ലെങ്കിൽ തേർഡ് സെമസ്റ്റർ ഫീസൊക്കെ പാർട്ട് ടൈം ജോബിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ മെജോറിറ്റി രാജ്യങ്ങളിലും അതിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്.
അവരുടെ ലിവിങ് എക്സ്പെൻസ് തന്നെ തട്ടിമുട്ടിയാണ് പലപ്പോഴും അവരെ അടച്ചു പോകുന്നതും അവർ കഴിഞ്ഞു പോകുന്നതും. അതുകൊണ്ട് ഏതെങ്കിലും ഏജൻസി നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് മാത്രം നിങ്ങൾ കാണിച്ചാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് തേർഡ് പാർട്ടി ഫണ്ടിങ്ങിലൂടെ അറേഞ്ച് ചെയ്യാം, ഈ പണമൊക്കെ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്ത് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ തികച്ചും റോങ് ഇൻഫർമേഷനാണത്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നോയിലിനെ പോലെ നിങ്ങളുടെ ഫ്യൂച്ചർ നശിപ്പിക്കാതിരിക്കുക. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ എത്ര ലക്ഷം രൂപ ഫീസാകും, ഈ ഒരു കോഴ്സ് ഞാൻ വിദേശ രാജ്യം പഠിക്കേണ്ട ആവശ്യമുണ്ടോ, അതുകൊണ്ട് എനിക്കെങ്കിലും പ്രത്യേകിച്ച് മെച്ചമുണ്ടോ, അതോ കുറച്ച് ഫീസ് കുറഞ്ഞ ഒരു കോഴ്സ് എടുക്കുന്നതാണോ നല്ലത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും പാർട്ട് ടൈം ജോബ് ചെയ്ത് ഫീസൊന്നും അടയ്ക്കാൻ സാധിക്കത്തില്ലാത്തൊരു സാഹചര്യം മുമ്പിൽ വന്നാൽ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാക്കിയതിന് ശേഷം മാത്രം ഈ രാജ്യത്ത് കയറി പുറപ്പെടുകയും ചെയ്യുക. 100% വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ആ രാജ്യത്തിൻ്റെ എക്സ്പ്ലോഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇറ്റ്സ് റിയലി അമേസിങ്. ബട്ട് സ്റ്റിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഇവിടെയുള്ള സാഹചര്യങ്ങളും നമ്മൾ എടുക്കാൻ പോകുന്ന കോഴ്സുകളും ലൊക്കേഷനും പണവുമൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം നിങ്ങൾ മുമ്പോട്ട് പോവുക. ഈ നോയിലിൻ്റെ ഗതി ഇനി നമ്മുടെ ഒരു മക്കൾക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത റിയൽ ലൈഫ് സ്റ്റോറിയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ താങ്ക് യു.